ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ SBI IBPS ക്ലർക്ക് സീരീസിൻ്റെ നാലാമത്തെ ക്ലാസ് ആണെന്ന് വരുന്നത്. കഴിഞ്ഞ ക്ലാസ് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അല്ലേ ചെയ്യിപ്പിച്ചേ. അതിനൊരു കാര്യമുണ്ട്. കാര്യം നമ്മൾ ഇൻ കേസ് നമ്മുടെ ഷിഫ്റ്റ് ഒരു ടഫ് ആണെങ്കിലോ നമുക്ക് അവിടെ QA അറ്റംപ്റ്റ് വേണ്ടേ. കാര്യം എന്താ, ക്ലർക്കാന്ന് പറഞ്ഞ് നമുക്ക് റീസണിങ്ങും ഇംഗ്ലീഷും കൊണ്ട് മാത്രം ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവിടെയും നമുക്ക് ഒരു 25+ ഡെഫിനറ്റ്ലി എന്താ പറഞ്ഞത് ഒരു മാർക്ക് വേണം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞത് സ്കോർ കയറത്തില്ല. ഇപ്പം ടഫ് ഷിഫ്റ്റ് ആണെങ്കിലും 25-ന് മേളിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്കും അങ്ങനെ ചെയ്യണ്ടേ? അവർ മാത്രം ചെയ്താൽ മതിയോ? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ഇട്ടത്. അപ്പോൾ അത് കാണണം. ഒരുപാട് കൺസെപ്റ്റ് പറഞ്ഞു തന്നില്ലേ. ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ ഫൈനൽ ബോസ് അല്ലേ, അതിലൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ അത് പറഞ്ഞു തന്നു. അതേപോലെ നമ്മുടെ ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ ഒരു സ്പെഷ്യൽ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നു. അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. എന്താ, രണ്ട് പേര് മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്തതിന് ശേഷം ഇത്ര സമയം കൊണ്ട് ഒരാൾ അവിടെ എത്തി, അയാളുടെ ഡെസ്റ്റിനേഷൻ എത്തി. മറ്റേ ആൾ ഇത്ര സമയം കൊണ്ട് വേറൊരു ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങനെയെങ്കിൽ അവരുടെ സ്പീഡും ആ തന്നിരിക്കുന്ന ടൈമും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചില്ലേ. അതേപോലെ സക്സസീവ് ഡിസ്കൗണ്ടിന്റെ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചില്ലേ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചു. ഇന്നത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ അതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരം നമ്മുടെ ക്ലർക്ക് എക്സാംസിന് സ്ഥിരമായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. RRB ക്ലർക്കും RRBPയുടെയും നോട്ടിഫിക്കേഷൻ വന്നല്ലോ. അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ആരും മടിച്ചിരിക്കരുത്, നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. കേരളത്തിന് നല്ല ചാൻസ് ആണ്, അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. 203 POയ്ക്ക് വേക്കൻസി ഉണ്ട്, 350 ക്ലർക്കും വേക്കൻസി ഉണ്ട്. നമുക്ക് ഒരു സീറ്റ് മതിയല്ലോ, ബാക്കി എല്ലാവരും കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്ന സീറ്റ് ഉറപ്പിക്കണം. പിന്നെ RRBPO എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എക്സാം അല്ല, വൺ ഓഫ് ദ ടഫസ്റ്റ് പ്രിലിംസ് എക്സാം ആണ്. അതായത് ബാങ്ക് എക്സാംസിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ആണ്. കാര്യം ഇംഗ്ലീഷ് ഇല്ല, അവിടെ റീസണിങ്ങും QA മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്കോർ എത്തത്തുള്ളൂ. അതിലും QA നല്ല ടഫാണ്. കാര്യം വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു കംപ്ലീറ്റ് എന്താ പറയുക ഒരു താണ്ഡവം എന്ന് വേണേൽ പറയാം. അപ്പോൾ അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആരും പേടിക്കണ്ട. അതിന്റെ ഒരു കംപ്ലീറ്റ് സീരീസ്, അതായത് വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള DIs, അതേപോലെ കണ്ടീഷണൽ DIs ഒക്കെ വരുന്ന ഒരു കേസസ് ഉണ്ട് നമ്മുടെ RRBPOയ്ക്ക്. അപ്പോൾ എല്ലാം ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക, ഒരു ചാൻസും കളയല്ല. പിന്നെ ഒരു പ്രത്യേക റിക്വസ്റ്റ് ആണ്, ആരും ഞാൻ ഈ ഒരു ടൈപ്പ് മാത്രമേ എക്സാംസ് അപ്ലൈ ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ SBI ക്ലർക്ക് മാത്രമേ എഴുതൂ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വെക്കരുത്. എല്ലാ എക്സാംസും അപ്ലൈ ചെയ്യുക. കാര്യം എക്സാമിന് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷറുണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണമെങ്കിൽ എക്സാം എഴുതിയേ തെളിയത്തുള്ളൂ. പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ എക്സാമും ഓരോരോ രീതിയിലാണ് നമ്മൾ മോക്ക് എഴുതേണ്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അതിൻ്റെ കൂടെ തന്നെ ഓരോരോ ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. അതിനുവേണ്ടി മോക്കൊക്കെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ RRBPO അറ്റംപ്റ്റ് ചെയ്യുന്ന പോലാണോ SBI ക്ലർക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. അപ്പോൾ ഓരോ എക്സാമും എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏത് ചാപ്റ്ററിലാണ്? പെർസെൻറ്റേജ് ചാപ്റ്ററിലെ നമ്മുടെ A×B കോൺസ്റ്റന്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ നമ്മുടെ പെർസെൻറ്റേജിൻ്റെ പ്ലേലിസ്റ്റ് 0 to 0 അല്ലെങ്കിൽ ഹീറോ ടു ഹീറോ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ പെർസെൻറ്റേജിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റിനകത്ത് രണ്ടാമത്തെ വീഡിയോയിൽ A×B കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ റിഡക്ഷൻ ഓഫ് 20% ഇൻ ദ റേറ്റ് ഓഫ് ഷുഗർ എനേബിൾ സുധീർ ടു ഗെറ്റ് 6 kg മോർ ഷുഗർ ഫോർ RS 960. വാട്ട് ഈസ് ദ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ഷുഗർ പെർ കിലോഗ്രാം അല്ലേ. അതായത് 960 രൂപ സുധീറിന്റെ കീശയിലുണ്ട്. പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് 960 രൂപയ്ക്കാണ് എന്താ പറയുക ഷുഗർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അയാളുടെ എക്സ്പെൻഡിച്ചറാണ് തന്നിരിക്കുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, 20% റേറ്റ് ഓഫ് ഷുഗർ കുറഞ്ഞപ്പോൾ, അതായത് പ്രൈസിൽ ഒരു 20% ഇടിവുണ്ടായപ്പോൾ അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞപ്പോൾ സുധീർ എന്ത് സംഭവിച്ചു? 6 കിലോഗ്രാം കൂടുതൽ പ്രൈസ് അല്ലെങ്കിൽ ഷുഗർ വാങ്ങിക്കാൻ പറ്റി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറഞ്ഞു എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഇൻറ്റു കൺസംഷൻ അല്ലേ. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസിന്റെ കൺസംഷൻ ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, പുള്ളിക്കാരന്റെ എക്സ്പെൻഡിച്ചർ 960 എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നേരത്തെയും 20% റിഡക്ഷൻ ഓഫ് അല്ലെങ്കിൽ പ്രൈസിനുണ്ടാകുന്ന റിഡക്ഷന് മുന്നേയും ആ സുധീർ എന്ന് പറഞ്ഞ ആള് 960 രൂപയ്ക്ക് തന്നെയാണ് ഷുഗർ വാങ്ങിച്ചിരുന്നത്. 20% റിഡക്ഷൻ വന്നതിന് ശേഷവും പുള്ളിക്കാരൻ 960 രൂപയ്ക്കാണ് എന്തെന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ ഷുഗർ വാങ്ങിച്ചിരുന്നത്. അതിനർത്ഥം എന്താ? ഈ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് അല്ലേ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേസിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആവുമ്പോൾ പ്രൈസും കൺസംഷനും തമ്മിലുള്ള റിലേഷൻ എന്തെന്നാ ഞാൻ പറഞ്ഞു തന്നത്? പ്രൈസും കൺസംഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇതല്ലേ ഞാൻ ആ
പെർസെൻറ്റേജിന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത്. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ കൺസെപ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്താൽ പോരെ. അപ്പൊ പ്രൈസ് ഇൻറ്റു കൺസെപ്റ്റ്, പ്രൈസും കൺസെപ്ഷനും എന്ത് റിലേഷൻ ആയിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നിങ്ങൾ പറഞ്ഞേ 20% അല്ലേ റിഡക്ഷൻ പ്രൈസിൽ ഉണ്ടായിരിക്കുന്നത്? ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 20%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ അല്ലെങ്കിൽ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 1/5 അല്ലേ? 1/5 അല്ലെങ്കിൽ 20% റിഡക്ഷൻ ആകുമ്പോൾ എന്തായി മാറി? 4/5 അല്ലേ? അപ്പൊ നമുക്ക് പറഞ്ഞൂടെ പ്രൈസ് ഇനിഷ്യലും ഉണ്ട് ഫൈനലും ഉണ്ട്. കാര്യം എന്താ? 20% റിഡക്ഷൻ അല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞേ പ്രൈസില് ഇനിഷ്യൽ ആൻഡ് ഫൈനലിന്റെ റേഷ്യോ എത്ര ആയിരിക്കും? ഇനിഷ്യൽ എത്ര? 5 അല്ലേ? അപ്പൊ ഇനിഷ്യൽ പ്രൈസ് 5 ആണ്. 20% റിഡക്ഷന് ശേഷം ഫൈനൽ എന്തായി മാറി? 4 ആയി മാറി എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അപ്പം പ്രൈസും കൺസംഷനും എന്ത് റിലേഷനാ? ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് കൺസംഷന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രൈസിന്റെ റേഷ്യോനെ നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പൊ കൺസംഷന്റെ റേഷ്യോ എന്തായി മാറി? 4:5 ആയി മാറി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞേ ഈ 20% റിഡക്ഷൻ ഉണ്ടായത് കൊണ്ട് സുധീറിന് അല്ലെങ്കിൽ പ്രൈസിന് 20% റിഡക്ഷൻ ഉണ്ടായത് കൊണ്ട് സുധീറിന് നേരത്തെ വാങ്ങിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ എത്ര കിലോഗ്രാം ഷുഗർ ആണോ വാങ്ങിച്ചിരിക്കുന്നത് അതിനെക്കാട്ടിലും ഒരു 6 കിലോഗ്രാം കൂടുതൽ വാങ്ങിക്കാൻ പറ്റിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞേ, നിങ്ങൾ ഉറക്കെ പറഞ്ഞേ, ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോയിൽ സുധീറിന് എത്ര യൂണിറ്റ് ഷുഗർ എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റി? 1 യൂണിറ്റ് ഷുഗറിലെ സുധീറിന് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റിയിരിക്കുന്നത്, അതായത് റേഷ്യോയിൽ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ അത് എത്ര കിലോഗ്രാം എന്നാണ് തന്നിരിക്കുന്നത്? ആക്ച്വൽ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 6 kg അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? 6 kg എന്ന് കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇവിടുത്തെ ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ എത്ര kg അല്ലെങ്കിൽ 20% റിഡക്ഷൻ കാരണം പുള്ളിക്കാരന് അവസാനം എത്ര kg എത്ര kg പുള്ളിക്കാരന് വാങ്ങിക്കാൻ പറ്റി? 5 യൂണിറ്റ് അല്ലേ? നാക്കൊക്കെ ഉടക്കുന്നേ. അപ്പൊ 5 kgയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എത്ര ടൈംസാ? 6 ടൈംസ് അല്ലേ? അപ്പൊ ഇത് എത്ര ടൈംസ് ആയിരിക്കും? 6 ടൈംസ് ആയിരിക്കും. അപ്പൊ എത്ര ആയിരിക്കും? 30 kg ആണ് സുധീർ ഈ 20% റിഡക്ഷന് ശേഷം വാങ്ങിക്കുന്നത്. ഫൈനൽ ആയിട്ട് വാങ്ങിക്കുന്നത് 30 kg ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഈസ് ദ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ഷുഗർ പെർ കിലോഗ്രാം അല്ലേ കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റെഡ്യൂസ്ഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസിന്റെ കൺസംഷനാണ്. അപ്പൊ പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ കൺസംഷൻ ചെയ്താൽ പോരെ. അപ്പൊ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നെ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 960 അല്ലേ? അപ്പൊ എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഫൈനൽ എത്ര ആയിരിക്കും? 960 ഡിവൈഡഡ് ബൈ കൺസംഷൻ എത്ര? ഫൈനൽ 30 അല്ലേ? 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. എത്ര ടൈംസ് ആയിരിക്കും? 960 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ആയിരിക്കും? 32 kg ആയിരിക്കും നമുക്ക്, സോറി 32 Rs ആയിരിക്കും നമ്മുടെ റെഡ്യൂസ്ഡ് റേറ്റ് പെർ ഷുഗർ എന്ന് പറയുന്നത്. ഏതാ ഓപ്ഷൻ? ദാ കിടക്കുന്നു, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് അല്ലേ. അപ്പൊ ഇതൊക്കെ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പെട്ടുപോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കാര്യം എന്താ? കൺസെപ്റ്റ് അറിയത്തില്ല, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ കൺസെപ്റ്റും ആയി അതിന്റെ ട്രിക്കുമായി. അപ്പൊ റേഷ്യോ മെത്തേഡ് ആണല്ലോ ബെസ്റ്റ്. ഓക്കെ ആണല്ലോ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് നോട്ടാക്കി വെക്കുക. എന്തെങ്കിലും പോയിന്റ്സ് എക്സ്ട്രാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ അത് എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കണ്ടിട്ടൊരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ അത്യാവശ്യം ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചോദിക്കും. അപ്പൊ ഇത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നോക്കേ, ക്വസ്റ്റ്യൻ വായിക്കാം. ഡ്യൂറിങ് എ സ്കൂൾ എക്സ്കർഷൻ ഈച്ച് സ്റ്റുഡന്റ് ഓഫ് ജൂനിയർ സ്കൂൾ വാസ് ചാർജ്ഡ് 325 ആൻഡ് ഈച്ച് സ്റ്റുഡന്റ് ഓഫ് സീനിയർ സ്കൂൾ വാസ് ചാർജ്ഡ് 400. ഇഫ് ദർ വെർ 80 സ്റ്റുഡന്റ് ഫ്രം ജൂനിയർ സ്കൂൾ, അപ്പൊ ജൂനിയർ സ്കൂളിൽ നിന്നും ടോട്ടൽ പോയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം തന്നിട്ടുണ്ട്, 80 തന്നിട്ടുണ്ട്. ആൻഡ് കമ്പൈൻഡ് ആവറേജ് എമൗണ്ട് ചാർജ് പെർ സ്റ്റുഡന്റ് എത്ര തന്നിരിക്കുന്നത്? 352 അല്ലേ? ദെൻ ഹൗ മെനി സ്റ്റുഡൻസ് ഫ്രം സീനിയർ സ്കൂൾ വെന്റ് ഫോർ എക്സ്കർഷൻ? നമുക്ക് അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ചെയ്യാൻ പറ്റും, ഡേവിയേഷൻ വെച്ച് ചെയ്യാൻ പറ്റും, കൺവെൻഷണൽ മെത്തേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവനെക്കാട്ടിലും അതുക്ക് മേലെ ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തലവൻ ആരാണ്? ആ മെത്തേഡാണ് അലിഗേഷൻ. അലിഗേഷൻ വെച്ച് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്തു നോക്കാം. തലൈവർ അല്ലേ, തലവനല്ല തലൈവർ. നോക്കാം. അപ്പൊ 2 ടൈപ്പ് സ്കൂളുണ്ട്. ഏതൊക്കെ ടൈപ്പ് സ്കൂളാണ് ഉള്ളത്? ഒരു ജൂനിയർ സ്കൂളും ഉണ്ട്, അതേപോലെ സീനിയർ സ്കൂളും ഉണ്ട്. നമുക്ക് നോക്കാം. ജൂനിയർ സ്കൂളിൽ നിന്നും ഓരോ കുട്ടിക്കും ചാർജ് ചെയ്തിരിക്കുന്നത് എത്ര രൂപയാണ്? 325 അല്ലേ ചാർജ് ചെയ്തിരിക്കുന്നത്? അത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. സീനിയർ സ്കൂളിൽ നിന്നും എത്ര ചാർജ് ചെയ്തിരിക്കുന്നത്? 400 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കമ്പൈൻഡ് ആവറേജ് എത്ര ചാർജ് ചെയ്തിരിക്കുന്നത്? 352 നമുക്ക് കമ്പൈൻഡ് ആവറേജ് തന്നിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇവനെ അലിഗേറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ?
അപ്പോൾ ഇവന്മാരെ അലിഗേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ വാല്യൂവിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ജൂനിയർ ആൻഡ് സീനിയർ സ്കൂളിൻ്റെ സ്റ്റുഡൻസിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ ആയിരിക്കും. ആ കാര്യം നമുക്ക് ക്ലിയർ ആവണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കാം. ആദ്യം ചെയ്യേണ്ട മെത്തേഡ് എന്താ? വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്യുക. പല പല മെത്തേഡിൽ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. അതൊന്നും കേൾക്കണ്ട. വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്യുക. ഈ രീതിയിലൊക്കെ പോയാൽ മതി. നോക്കിക്കോ, ഇവിടെ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ 352 നിന്നും 325 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 27 വരുന്നേ. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി 400 നിന്നും 352 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 48 വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവന്മാരെ വെട്ടി ചെറുതാക്കി കൂടെ? 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസാണ് വരുന്നത്? 16 ടൈംസ്. 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസാ? 9 ടൈംസ്. സോ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻറ്റിന്റെ റേഷ്യോ കിട്ടിയില്ലേ? എത്ര കിട്ടി? 16:9 എന്ന് കിട്ടിയല്ലോ. നമുക്കിനി തന്നിട്ടുണ്ടല്ലോ, പറ. there are total 80 സ്റ്റുഡൻസ് ഫ്രം ജൂനിയർ സ്കൂളും തന്നിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞ ഈ റേഷ്യോയിൽ ജൂനിയർ സ്കൂളിൽ നിന്നും റേഷ്യോയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 16 സ്റ്റുഡൻ്റ് അല്ലേ ഉള്ളത്. സീനിയറിൽ നിന്നും എത്ര സ്റ്റുഡൻ്റ് ഉണ്ട് റേഷ്യോയിൽ? 9 സ്റ്റുഡൻ്റ് അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? 16 യൂണിറ്റിന്റെ വാല്യൂ അല്ലേ നമുക്ക് തന്നിരിക്കുന്ന 80 എന്ന് പറയുന്നത്? ആണല്ലോ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 16 5 അല്ലേ 80. അപ്പോൾ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടിയില്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ദെൻ ഹൗ മെനി സ്റ്റുഡൻസ് ഫ്രം സീനിയർ സ്കൂൾ വെന്റ് ഫോർ എക്സ്കർഷൻ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സീനിയർ എത്ര പേരാ പോയിരിക്കുന്നത്? 9 പേരല്ലേ പോയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 9ന്റെ വാല്യൂ എത്ര ആയിരിക്കും? 9 × 5 ചെയ്താൽ പോലെ എത്ര വരും? 45 സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ സീനിയർ സ്കൂളിൽ നിന്നും പോയിരിക്കുന്നത്. അപ്പോൾ സീനിയർ സ്കൂളിൽ നിന്നും ടോട്ടൽ 45 സ്റ്റുഡൻ്റാണ് പോയിരിക്കുന്നത്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. എന്തെങ്കിലും പാടുണ്ടോ? ജസ്റ്റ് അലിഗേറ്റ് ചെയ്താൽ പോരെ. വെറുതെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡും ഡേവിയേഷനും അതേപോലെ കൺവെൻഷണൽ മെത്തേഡിൽ എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. വളരെ ഈസിയാണ് അലിഗേഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ അലിഗേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ക്ലർക്ക് എക്സാംസിനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോസ് ഞാൻ അടുത്ത ക്ലാസ് ഇടുന്നതായിരിക്കും. കാര്യം അലിഗേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് സമയം ലാഭിക്കണം. എങ്കിൽ കൂടെ മാത്രമല്ലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 20 മിനിറ്റിൽ നമ്മുടെ ടാർഗറ്റ് എന്താ? 35 അറ്റംപ്റ്റ് ചെയ്യണം. അതിനകത്ത് അപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. അപ്പം അത് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ട്രിക്സും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അലിഗേഷൻ വെച്ചിട്ട് ഇത്രയും ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വീണ്ടും ഒരു ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടൈം സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ വേറൊരു സബ് ടൈപ്പ് ആണ്. ഓക്കെ അല്ലേ? സർക്കുലർ മോഷനിൽ 2 ആൻസ് പോകുന്നു. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, സബ് ടൈപ്പ് ആണ്. ഇത് നിങ്ങൾ എല്ലാവരും സ്റ്റാർ ചെയ്തിടണം. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ ആണ്, നമുക്ക് ചെയ്യാം. 2 ants A and B start from point P on a circle at the same time. ഒരു സർക്കുലർ മോഷൻ എന്ന കാര്യം മനസ്സിലായല്ലോ. ഇനി with A moving clockwise direction and B moving in ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എ ഏത് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനും. അതേപോലെ ബി ഏത് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ദേ മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് 10 AM. അവർ മീറ്റ് ചെയ്യുന്നത് എത്ര മണിക്കാണ്? 10 മണിക്ക് അവർ മീറ്റ് ചെയ്യും. വെൻ എ ഹാസ് കവേർഡ് 60% ഓഫ് ദ ട്രാക്ക്. അതായത് എ 60% ക്ലോക്ക് വൈസിൽ അല്ലെങ്കിൽ 60% ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് 10 മണിയായപ്പം ബി എ മീറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇഫ് എ റിട്ടേൺസ് ടു പി അറ്റ് 10-12 AM, ദെൻ ബി റിട്ടേൺസ് ടു പി അറ്റ് എത്ര മണിയാകുമ്പോൾ എത്തുന്ന കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ട്രിക്കും അതിൻ്റെ കൺസെപ്റ്റും എല്ലാം ഞാൻ ഈ ഒരു ഒറ്റ ക്ലാസ്സിലൂടെ പറഞ്ഞുതരാം. നോക്കിക്കോ. ആദ്യം ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കിൾ കഷ്ടപ്പെട്ട് വരച്ചല്ലേ, ഭാഗ്യം കൊണ്ട് സർക്കിളിൻ്റെ ഒരു ഷേപ്പ് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. നോക്കിക്കോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ആദ്യം നമ്മുടെ ആൻഡ് അല്ലെങ്കിൽ ഉറുമ്പ് എ എന്ത് ചെയ്തു? ഇവിടുന്ന് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്ത് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ എന്ത് ചെയ്തു? എ 10 മണി ആയപ്പോൾ എന്ത് ചെയ്തു? ഒരു പോയിന്റിൽ എത്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറഞ്ഞ ആൻഡ് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനാണ്? ഏത് ഡയറക്ഷനാണ് നിങ്ങൾ പറഞ്ഞേ? അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് വരയ്ക്കാമല്ലേ? ഓക്കെ, അതിൽ ആ വരച്ചതിൽ ഒരു രസമില്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വരച്ചു തരാം. നോക്കിക്കോ. നമ്മുടെ സർക്കിൾ വരച്ചു. സർക്കുലർ ട്രാക്ക് അല്ലേ? ഓക്കെ, സർക്കുലർ ട്രാക്ക് വീണ്ടും കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, നോക്കിക്കോ. പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മുടെ എ എന്ത് ചെയ്തു? ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ? എ എന്ന് പറഞ്ഞ ഓക്കെ, ദേ മീറ്റ് ഫോർ ഓക്കെ, എ മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്ക്, എ എന്ത് ചെയ്തു? പിയിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് 10 മണി ആയപ്പോൾ ഒരു പോയിന്റിലെത്തി. എത്ര മണിയായപ്പോൾ എത്തി? 10 മണി ആയപ്പോൾ ഒരു പോയിന്റിലെത്തി. 10 AM ആയപ്പോൾ ഒരു പോയിന്റിലെത്തി. അതേപോലെ ബി ആണെങ്കിലോ, പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് മൂവ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്തു?
നമ്മൾ ഇവിടെ എത്തി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. എത്ര ശതമാനം അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ എത്ര ശതമാനം കവർ ചെയ്തു? 60% കവർ ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100% ആണെങ്കിൽ അതിൽ എത്ര ശതമാനം കവർ ചെയ്തു? 60% ഡിസ്റ്റൻസ് കവർ ചെയ്തില്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ബി ആണെങ്കിലോ ടോട്ടൽ 100 60% കവർ ചെയ്തു. ബാക്കി ബി എത്ര ശതമാനം കവർ ചെയ്യണം? 40% കവർ ചെയ്താൽ പോരെ? അങ്ങനെയെങ്കിൽ ഇവരുടെ റേഷ്യോ എത്ര ആയിരിക്കും? 3:2 അല്ലേ? ഡിസ്റ്റൻസിന്റെ റേഷ്യോ 3:2 അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ബി കവർ ചെയ്യുന്ന എത്ര ശതമാനമായിരിക്കും? 40% ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, മീറ്റിംഗ് പോയിന്റിന്റെ കൺസെപ്റ്റ് എന്താ? അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും സെയിം ടൈമിലല്ലേ അവർ ട്രാവൽ ചെയ്യുന്നത്? അതിനർത്ഥം എന്താ? ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കാര്യം എന്താ? ഇവർ മീറ്റ് ചെയ്യുന്ന ടൈം സെയിം അല്ലേ? 10 AM അല്ലേ? അതേപോലെ ഇവർ ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഒരേ സമയത്തല്ലേ? പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരേ സമയത്തല്ലേ? അവിടെ എന്താ പ്രത്യേകത? ടൈം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം എഴുതിക്കൂടെ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇവിടെ ടൈം കോൺസ്റ്റന്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ടൈം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഡിസ്റ്റൻസ് സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇത് കൺസെപ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? എ ഇൻറ്റു ബി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ 0 to Hero പ്ലേലിസ്റ്റിൽ പെർസെൻറ്റേജിന്റെ 2ാമത്തെ ക്ലാസ്സിലുണ്ട്. അതിൽ ഈ 3 കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് കിട്ടി ഡിസ്റ്റൻസിന്റെ, ഇവിടെ എഴുതുവാണേ, ഡിസ്റ്റൻസിന്റെ റേഷ്യോ നമുക്ക് കിട്ടി എത്ര? എയുടെയും ബിയുടെയും ഡിസ്റ്റൻസിന്റെ റേഷ്യോ നമുക്ക് എത്ര കിട്ടി? 3:2 എന്ന് കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, സ്പീഡിന്റെ റേഷ്യോ എത്ര ആയിരിക്കും? എന്താണോ ഡിസ്റ്റൻസിന്റെ റേഷ്യോ അതേ റേഷ്യോ തന്നെയായിരിക്കും ആരുടെ റേഷ്യോ എന്ന് പറയുന്നത്? സ്പീഡിന്റെ റേഷ്യോ എത്ര വരണം? 3:2 തന്നെ വരണ്ടേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി മീറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? അവിടെ വെച്ച് നിർത്തിയോ? നിർത്തിയില്ല. അവിടുന്ന് എന്ത് ചെയ്തു? യാത്ര കണ്ടിന്യൂ ചെയ്തില്ലേ? അപ്പൊ കണ്ടിന്യൂ ചെയ്ത് എവിടെ എത്തി എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇവര് ട്രാവൽ ചെയ്ത് എ എന്ന് പറഞ്ഞ വ്യക്തി എവിടെ എത്തി? പിയിലെത്തി. നല്ല ക്ലിയർ ആയിട്ട് കാണാം അല്ലേ? കളറൊക്കെ ചൂസ് ചെയ്യുമ്പോൾ മാറിപ്പോന്നു. ഓക്കെ, ഇവിടുന്ന് ട്രാവൽ ചെയ്ത് എ എന്ന് പറഞ്ഞ വ്യക്തി എവിടെ എത്തി? പി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. എത്ര മണിയായപ്പോൾ എത്തി എന്നാ പറഞ്ഞിരിക്കുന്നത്? 10-12 AM ആയപ്പോൾ എത്തി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താ? 12 മിനിറ്റ് ആർക്കെടുത്തു? എ എന്ന് പറയുന്ന വ്യക്തിക്ക് എടുത്തെന്നല്ലേ അർത്ഥം. അതല്ലേ അതിന്റെ അർത്ഥം. ഈ തന്നിരിക്കുന്ന മീറ്റിംഗ് പോയിന്റിൽ നിന്നും അയാളുടെ തിരിച്ചുള്ള ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ പിയിലല്ലേ, തിരിച്ച് പിയിലല്ലേ എത്തണ്ടേ? അവിടെ എത്താൻ 12 മിനിറ്റ് എടുത്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിയും 10 മണിക്ക് എത്തിയതിനു ശേഷം ഇവിടുന്ന് വീണ്ടും ട്രാവൽ ചെയ്ത് എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന പി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തത്തില്ലേ? അത് എത്ര മണിയാകുമ്പോൾ എത്തുന്ന കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അതിന്റെ കൺസെപ്റ്റ് എന്താ? ഞാൻ പറഞ്ഞില്ലേ, എസ് എ ഡിവൈഡഡ് ബൈ എസ് ബി. ഇവിടെ എസ് എയും ബിയും അല്ലേ ആൻഡുകൾ. എസ് എ ഡിവൈഡ് ബൈ എസ് ബി ഈക്വൽ ടു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നാ എല്ലാവരും ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ടി ബി ഡിവൈഡഡ് ബൈ ടി എ. എന്താ ടി ബി എന്ന് പറഞ്ഞാൽ? ബി എന്ന് പറഞ്ഞ ആൻഡിന് അവർ മീറ്റ് ചെയ്തതിന് ശേഷം എത്ര സമയം കൊണ്ട് ഡെസ്റ്റിനേഷൻ എത്തി അല്ലെങ്കിൽ പിയിലെത്തി. ടി എന്ന് പറഞ്ഞ എന്താ? മീറ്റ് ചെയ്തതിന് ശേഷം എ എന്ന് പറഞ്ഞ ആൻഡ് എത്ര സമയത്തിന് ശേഷം, അതാണ് മീറ്റ് ചെയ്തതിന് ശേഷം പി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. നമുക്ക് 2 കേസ് തന്നിട്ടില്ലേ? എസ് എയുടെയും എസ് പിയുടെ റേഷ്യോ നമുക്ക് എടുക്കാമല്ലോ. എത്ര തന്നിരിക്കുന്നത്? 3/2 അല്ലേ തന്നിരിക്കുന്നത്? 3/2. എസ് എയുടെ സ്പീഡ് എത്ര? 3 യൂണിറ്റ്. എസ് ബിയുടെ സ്പീഡ് എത്ര? 2 യൂണിറ്റ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? 3/2 ഈക്വൽ ടു റൂട്ട് ഓഫ്, നമുക്ക് ടി ബി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ടൈം ഓഫ് ബി കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ ടൈം ഓഫ് എ എത്ര തന്നിരിക്കുന്നത്? 12 മിനിറ്റ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ബാക്കി ചെയ്യാൻ വേണ്ടി ഈ ഒരു പാർട്ട് ഒന്ന് ഇറേസ് ചെയ്യാണ്. ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ഇത് നമ്മുടെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ കണ്ടുപിടിച്ചൊരു പാർട്ടാണ്. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഈ ഒരു ഭാഗം വെച്ച് കാണുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പുറകോട്ടൊന്ന് ഒരു 10 അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ബാക്കിലോട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? നോക്കിക്കോ, നമുക്ക് കിട്ടി 3/2 എന്ന് പറഞ്ഞ എത്ര കിട്ടി? റൂട്ട് ഓഫ് ടി ബി ബൈ 12 അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ സ്ക്വയർ മാറാൻ, ഇവിടുന്ന് സ്ക്വയർ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 സൈഡിലും സ്ക്വയർ ചെയ്താൽ പോരെ? ഈ സ്ക്വയർ റൂട്ട് മാറാൻ എന്ത് ചെയ്താൽ മതി? 2 സൈഡിൽ സ്ക്വയർ ചെയ്താൽ പോരെ? അപ്പൊ എത്ര വരും? 9/4 എന്ന് വരത്തില്ലേ? 3യുടെ സ്ക്വയർ 9ഉം 2ന്റെ സ്ക്വയർ 9ഉം വരത്തില്ലേ? അപ്പൊ 9/4 ഈക്വൽ ടു, അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി മാറി? സ്ക്വയർ റൂട്ട് മാറിയില്ലേ? അപ്പൊ ടി ബി ഡിവൈഡഡ് ബൈ 12 എന്ന് വരത്തില്ലേ? നമുക്ക് ഈ 4ഉം 12ഉം കട്ട് ചെയ്ത് എത്ര ടൈംസാ? 3 ടൈംസ് അല്ലേ? അപ്പൊ അതിൽ നിന്ന് കിട്ടി ടി ബി അല്ലെങ്കിൽ ടൈം ആഫ്റ്റർ ബി, മീറ്റ് ചെയ്തതിന് ശേഷം എത്ര സമയം കൊണ്ട് ആ പി എന്ന് പറഞ്ഞ ടൈം ബി എത്തിയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ എത്ര വരും? 27 മിനിറ്റ് നമുക്ക് കിട്ടി. അതായത് 10 മണിക്ക് എന്ത് ചെയ്തു? ബി എന്ന് പറഞ്ഞ ആൻഡ് എയെ മീറ്റ് ചെയ്തു. അതിനുശേഷം 27 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ട് വേണം ആർക്കെത്താൻ? പി എന്ന് പറഞ്ഞ പോയിന്റിൽ ബി എത്താൻ. അതിനർത്ഥം എന്താ? അപ്പൊ എത്ര മണിയായപ്പോൾ ബി എത്തിയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി?
10 മണിയായിരുന്നു 10 മണിക്ക് മീറ്റ് ചെയ്തു, 10 പ്ലസ് പിന്നെ ഒരു 27 മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ. അപ്പൊ ഏത് സമയത്ത് എത്തിയത്? 10:27 ആയപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ആൻഡ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. എളുപ്പമല്ലേ? വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും കൺസെപ്റ്റ് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഇതിനകത്ത് എന്തോരം കൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലേ. അതിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് നമ്മുടെ ടൈം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് സ്പീഡും സെയിം റിലേഷൻ ആയിരുന്നു. അതിൽ നിന്ന് സ്പീഡിന്റെ റിലേഷൻ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ കണ്ടുപിടിച്ചു. ആ സ്പീഡിന്റെ റേഷ്യോ വെച്ചിട്ട് ഈ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ കംപ്ലീഷന് ശേഷം എത്ര സമയം കൊണ്ട് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ രണ്ടുപേരും എത്തി ആ സമയം കണ്ടുപിടിക്കാൻ SA ഡിവൈഡഡ് ബൈ SP ഈക്വൽ ടു TB ഡിവൈഡഡ് ബൈ TA എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന കാര്യമാണ്. അതിന്റെ ആപ്ലിക്കേഷന്റെ സർക്കുലർ മോഷൻ ആപ്ലിക്കേഷൻ ആയിരുന്നു ഇത്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഏത് സമയത്ത് എത്തിയെന്ന് കണ്ടുപിടിച്ചില്ലേ? അപ്പം ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ആക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ടൈപ്പ് ആണിത്. നമ്മൾ പല മെത്തേഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രീ മെത്തേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങാം. നോക്കിക്കോ. A certain amount of money was lent for a period of 1 year and 9 months at 10% per annum compounded annually. If the compound interest is 1460, then find the amount of money lent. എങ്ങനെ ചെയ്യാം നോക്കിക്കോ. നമുക്ക് ടോട്ടൽ ടൈം പീരീഡ് ഇവിടെ തന്നിട്ടില്ലേ? ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 1 year 9 months അല്ലേ? അതായത് ഒരു വർഷവും പിന്നെ എത്ര 1 year ഒരു 9 months അല്ലേ നമുക്ക് തന്നിരിക്കുന്നേ? 1 year 9 months ആണല്ലോ. ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്കറിയാം ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ 10% per annum അല്ലേ? ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 10% per annum ആണ്. അതായത് ഒരു വർഷം എത്ര ശതമാനമാ? 10% അല്ലേ? അപ്പോൾ ഒരു വർഷം എത്ര ശതമാനമായിട്ട് ഇൻട്രസ്റ്റ്? 10% അല്ലേ? അപ്പൊ നമുക്ക് 9 months കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസമാ? 12 മാസം അല്ലേ? അപ്പൊ 12 മാസത്തേക്ക് എത്ര ശതമാനം നമുക്ക് തന്നിരിക്കുന്നത്? 10% അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഒരു മാസത്തിൽ എത്ര ശതമാനമായിരിക്കും ഇൻട്രസ്റ്റ്? 10 ഡിവൈഡഡ് ബൈ 12 അല്ലേ? നമുക്ക് എത്ര മാസത്തെ കണ്ടുപിടിക്കണ്ടേ? 9 മാസത്തേക്കല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 9 മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസാ? 3 ടൈംസ് അല്ലേ? 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസാ? 4 ടൈംസ് അല്ലേ? 5/2 എന്ന് വരത്തില്ലേ ഇവരെ തമ്മിൽ കട്ട് ചെയ്യുമ്പം? 5/2 എന്ന് പറഞ്ഞാൽ 2.5 അല്ലേ? അപ്പൊ 9 മന്തിന്റെ അല്ലെങ്കിൽ 9 മാസത്തിന് ഇൻട്രസ്റ്റ് എത്ര വരും? 9/2 അല്ലെങ്കിൽ 2.5 × 3 7.5% നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി 9 മന്തിന്റെ അല്ലെങ്കിൽ എത്ര 9 മാസത്തിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? പറഞ്ഞേ, എത്ര കിട്ടിയിരിക്കുന്നത്? 7.5% നമുക്ക് കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് കാണിച്ചു തരാം. നോക്കിക്കോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റേഷ്യോ മെത്തേഡിനാണ്. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുക. നോക്കിക്കോ. ഇവിടെ തന്നിട്ടുണ്ട് 1 yearൽ നമുക്ക് തന്നിരിക്കുന്ന എത്ര ശതമാനമാണ്? 10% അല്ലേ ഇൻട്രസ്റ്റ്? നോക്കിക്കേ, 10%ന്റെ ഫ്രാക്ഷൻ എത്ര ആയിരിക്കും? 1/10 അല്ലേ? 1/10 ആണെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിള്, 10ന്റെ 10% ആയിട്ടുള്ള 1 ആണ് ഇൻട്രസ്റ്റ്. ആ 1 ഇൻക്രീസ് ആകുമ്പോൾ എന്തായി മാറി? എമൗണ്ട് കിട്ടത്തില്ല. എത്ര എമൗണ്ട്? എത്ര? 11 അല്ലേ? പ്രിൻസിപ്പിൾ എത്ര? 10 അല്ലേ? അപ്പൊ നമുക്ക് കിട്ടി പ്രിൻസിപ്പിളിന്റെയും എമൗണ്ടിന്റെ റേഷ്യോ എത്രയായി മാറി? ആദ്യത്തെ വർഷം 10 എന്ന് പറയുന്നത് 11 മാറി. ഇതെങ്ങനെ വന്നെന്ന് പറഞ്ഞില്ലേ? ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് എത്ര? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 10% അല്ലേ? 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ് ഫ്രാക്ഷൻ. അതിൽ 10 എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിളിന്റെ 10% 1 ഇൻക്രീസ് ചെയ്യും. അതായത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് അല്ലേ? പ്രിൻസിപ്പിൾ ഇവിടെ എത്ര? 10 അല്ലേ? 10ന്റെ 10% അല്ലേ ഇൻട്രസ്റ്റ്? എത്ര? 1 അല്ലേ? അപ്പൊ എമൗണ്ട് എന്തായി മാറി? 11 മാറി. അതാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. 10 എന്തായി മാറി? 11 മാറി. ഇനി നിങ്ങൾ പറഞ്ഞേ, 7.5%ന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര ആയിരിക്കും? നമുക്കറിയാം 75 എന്ന് പറഞ്ഞാൽ എത്ര? 3/4 അല്ലേ? അപ്പൊ 7.5 വരണമെങ്കിൽ ഡിവൈഡഡ് ബൈ ഒരു 10 വരണ്ടേ? അപ്പൊ എത്ര വരും? 3/40 ആയിരിക്കും 7.5%ന്റെ എന്തെന്ന് പറയുന്നത്? ഫ്രാക്ഷൻ വാല്യൂ. അപ്പം 1 ഇയറിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഒരു 9 മാസം കൂടി ഇല്ലേ? അപ്പൊ 9 മാസത്തിന്റെ എങ്ങനെ ആയിരിക്കും? എമൗണ്ട് എത്ര? ഇൻട്രസ്റ്റ് എത്ര? 40 അല്ലേ? 40ന്റെ 7.5% ആയിട്ടുള്ള 3 അല്ലേ ഇൻട്രസ്റ്റ്? അത് ഇൻക്രീസ് ആയി മാറി. എന്തായി മാറി? 43 ആയി മാറി. അപ്പൊ നമുക്ക് ഒരു വർഷത്തെ 9 മാസത്തെയും കമ്പൈൻഡ് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി?
ഇവന്മാരെ വെർട്ടിക്കലി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോ, ഇവന്മാരെ വെർട്ടിക്കലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 400 എന്ന് വരത്തില്ലേ? 14 10 എത്ര? 400 അല്ലേ? അതുപോലെ ഇവന്മാരെയും വെർട്ടിക്കലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 43 × 11. 11 കൊണ്ട് മൾട്ടിപ്ലൈ എന്താ എളുപ്പവഴി? 43 × 11 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 1 എഴുതിക്കൂടെ? അപ്പൊ 430 + 43 എത്ര വരണം? 473 അല്ലേ? കണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെ ട്രിക്ക് അല്ലേ, വേദിക് മാത്സിലെ ട്രിക്സ് അല്ലേ? ഇതൊക്കെ നമ്മുടെ എന്താ പറഞ്ഞേ, ദിശ ബാങ്കിങ് ചാനലിൽ ഗ്രീഷ്മ മിസ് ഇതിന്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് വേദിക് മാത്സിന്റെ ഒരു 6-7 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കാണണം. ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ കാണണം കേട്ടോ. അപ്പൊ എത്ര ശതമാനം ഇവിടെ, എത്ര ഇവിടുത്തെ ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? ഇതല്ലേ പ്രിൻസിപ്പിള്, ഇതല്ലേ എമൗണ്ട്. അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ അല്ലേ? എത്ര വരും? 73 അല്ലേ റേഷ്യോയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആക്ച്വൽ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 1460 അല്ലേ? അപ്പൊ 73ന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 1460. എത്ര ടൈംസാ? 20 ടൈംസ് അല്ലേ? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദെൻ ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് മണി ലെൻഡ്, അല്ലെങ്കിൽ എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, എത്ര രൂപയാണ് നമ്മൾ കടം വാങ്ങിച്ചത്? 400 രൂപയല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? നിങ്ങൾ പറഞ്ഞേ. കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ ലെൻഡ് ചെയ്ത മണിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 400 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്ര ആയിരിക്കും? × 20 ചെയ്യുമ്പോൾ എത്ര വരും? 8000 നല്ല ആൻസർ കിട്ടുന്നത്. എവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. വേണമെങ്കിൽ ഇങ്ങോട്ട് എഴുതിത്തരാം. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 യൂണിറ്റ് അല്ലേ? ഇതല്ലേ പ്രിൻസിപ്പിൾ. ഇപ്പൊ 400 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ടൈംസാ? × 20 ചെയ്താൽ പോരെ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 20 അല്ലേ? അപ്പൊ എത്ര വരും ആൻസർ? 8000 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഏതാ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്ര കട്ടി കൂടിയ ക്വസ്റ്റ്യനും, അല്ലെങ്കിൽ എത്ര മാസം, ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി, ആനുവലി, ഇങ്ങനെ ഏത് കേസ് വന്നാലും ഈ മെത്തേഡ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അവിടെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ലാഭിക്കാം. അപ്പോൾ വിചാരിക്കും ഇത്രയും കാൽക്കുലേഷൻ ഒക്കെ ഇല്ലേ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ വേണ്ടിയാണ് ഇത്രയും നീറ്റായിട്ടും ഇത്രയും ഡെപ്തിൽ ഞാൻ എഴുതി തന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. ഓക്കെ ആണല്ലോ? നോട്ട് എഴുതിയില്ല നിങ്ങൾ? നോട്ട്സ് എഴുതി എടുക്കണേ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാ പറഞ്ഞേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസിലാണെങ്കിലും ഇതിന്റെ ഒരു സബ് ടൈപ്പ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ക്ലാസ്സിലും ഇഷ്ടംപോലെ സബ് ടൈപ്പ് കാണും. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു സബ് ടൈപ്പ് ആണ്, പക്ഷെ ചെയ്യുന്ന മെത്തേഡ് വളരെ ഈസിയാണ്. ഒരു ട്രിക്കാണ്, കാണിച്ചു തരാം. ഈ ഷോപ്പ് കീപ്പർ ഹാസ് 100 കിലോഗ്രാം ഓഫ് റൈസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ കയ്യിൽ. ഹി സെൽസ് 25 കിലോഗ്രാം അറ്റ് സം പ്രോഫിറ്റ് ആൻഡ് സെൽസ് ദ റിമൈനിങ് അറ്റ് 8% പ്രോഫിറ്റ്. ഇഫ് ഹി ഏൺസ് 10% പ്രോഫിറ്റ് ഓൺ ദി ഓൾ ട്രാൻസാക്ഷൻ, then find at what percentage profit he sells 25 കിലോഗ്രാം റൈസ്. കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം ടോട്ടൽ എത്ര kg ആണുള്ളത്. ടോട്ടൽ നമ്മുടെ ക്വാണ്ടിറ്റി എത്ര ഉള്ളത്? ടോട്ടൽ നമ്മുടെ കയ്യിൽ 100 kg ഉണ്ടായിരുന്നു. അതിൽ നോക്കിക്കോ, 25 kg അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. 25 kg എന്നല്ലേ പറഞ്ഞേ? നോക്കിക്കോ, 25 kg എത്ര ശതമാനം പ്രോഫിറ്റിനാണ് വിറ്റിരിക്കുന്നത്? സം പ്രോഫിറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവനെ എക്സ് ആയിട്ട് അങ്ങ് എടുത്തു. ഇനി റിമൈനിങ് അല്ലേ? മൊത്തം 100. മൊത്തം 100ൽ 25 പോയി. ബാക്കി എത്ര ഉള്ളത്? 75 അല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കി 75 എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ 75 kg എത്ര പ്രോഫിറ്റിനാണ് വിറ്റിരിക്കുന്നത്? 8% പ്രോഫിറ്റിനാണ് വിറ്റിരിക്കുന്നത്. നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ പുള്ളിക്കാരൻ്റെ ഓവറോൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് എത്ര കിട്ടിയിരിക്കുന്നത്? 10% അല്ലേ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഏത് മെത്തേഡ് ചെയ്യാൻ പറ്റും? അലിഗേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അലിഗേഷൻ ഒരു പവർഫുൾ വെപ്പൺ ആണ്. എല്ലാ ബാങ്കിങ് ആസ്പിരൻസിന്റെയും എന്താ പറയുക, ആവനാഴിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പവർഫുൾ വെപ്പൺ ആണ് അലിഗേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അലിഗേറ്റ് ചെയ്താൽ പോരെ? അലിഗേറ്റ് ചെയ്യാം. നോക്കിക്കോ, ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. നമുക്കിവിടെ അലിഗേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ, ഇവിടെ ഒരു വേരിയബിൾ അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന എന്തിന്റെ റേഷ്യോ നമുക്ക് അറിയണ്ടേ? നമുക്ക് അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞ് ഇവിടെ എത്ര ആയിരിക്കും? നമുക്കിവിടെ അലിഗേറ്റ് ചെയ്ത് കിട്ടുന്നത് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആയിരിക്കും. അതായത് 25 kg 70 kg തന്നിരിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ ആയിരിക്കും നമുക്കിവിടെ എന്തെന്ന് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത്. അപ്പൊ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ക്വാണ്ടിറ്റി തന്നിട്ടില്ലേ? ഡയറക്റ്റ് ക്വാണ്ടിറ്റി തന്നിട്ടില്ലേ? നമുക്ക് അവനെ ഡയറക്റ്റ് അങ്ങ് റേഷ്യോ ആക്കിയാൽ പോരെ? 25 kg അല്ലേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ? 70 kg അല്ലേ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ? നമുക്ക് ഇതിനെ വെട്ടി അങ്ങ് ചെറുതാക്കിക്കൂടെ? എത്ര വരും? 25 കട്ട് ചെയ്താൽ 1 ടൈംസ്, 25 കട്ട് ചെയ്താൽ എത്ര ടൈംസാ? 3 ടൈംസ് അല്ലേ? നിങ്ങൾ നോക്കിക്കേ, വലുതിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരുന്നത്? 10 - 8 എത്ര വരുന്നത്? 2% അല്ലേ വരുന്നത്? നിങ്ങൾ ഇവിടെ നോക്കിക്കേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 1 അല്ലേ?
അപ്പോൾ അതിനർത്ഥം എന്താ, ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ അല്ലേ അല്ലെങ്കിൽ പെർസെൻറ്റേജ് വാല്യൂ അല്ലേ 2% എന്ന് പറഞ്ഞേ, എത്ര ശതമാനമായിരിക്കും? 2 ടൈംസ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇതൊരു റേഷ്യോ അല്ലേ, ഇവനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ശതമാനം, അല്ലെങ്കിൽ 2% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 2% എന്ന് കിട്ടുന്നത്. അപ്പൊ 3നെയും നമ്മൾ 2% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എത്ര വരും? 6% എന്ന് കിട്ടും. എങ്ങനെയാണ് ഇവിടെ ആ മിസ്സിംഗ് ടേം കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ 6% കിട്ടുന്നത്. നോക്കിക്കോ, അലിഗേറ്റ് ചെയ്യുമ്പോഴും ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യുമ്പോൾ 6 മൈനസ് ഇങ്ങോട്ടാണ് മൈനസ് ചെയ്യുന്നതെങ്കിൽ അടുത്തത് മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ആരോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടായിരിക്കണം. അപ്പൊ ഇവിടെ ആയിരിക്കണം നമ്മുടെ വലിയ ടേം വരേണ്ടത്. അപ്പൊ നോക്കിക്കോ, ഈ എക്സ് മൈനസ് വലുതാര എക്സ് അല്ലേ, എക്സ് മൈനസ് 10 ഈസിക്കൽ ടു എത്ര കിട്ടേണ്ടത്? 6 അല്ലേ കിട്ടേണ്ടത്. അതിനർത്ഥം എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കണം? 10 + 6 എത്ര ആയിരിക്കണം? 16 ആയിരിക്കണം. അതിനർത്ഥം എന്താ, എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? 16% ആയിരിക്കണം നമുക്ക് കിട്ടേണ്ട ആൻസർ. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര? 16% അല്ലേ? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അത് അലിഗേറ്റ് ചെയ്യുമ്പോൾ ചന്നം പിന്നെ നമുക്ക് അങ്ങ് അലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് ഒരു ട്രിക്ക് ഉണ്ട്. ഇനി വാല്യൂ തരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാം, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്താൽ മതി എന്ന്. പക്ഷെ വാല്യൂ തരാത്ത കേസിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ വാല്യൂ മാറാം, ഇവിടെ 4% വരാം, പക്ഷെ അതിനൊരു ടെക്നിക്കുള്ള ആ കൺസെപ്റ്റ് അറിയുന്നവൻ ഇതെന്ത് ചെയ്യും? കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10 ൽ 8 മൈനസ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരോ പോയിരിക്കുന്ന ഈ ഡയറക്ഷൻ ആണെങ്കിൽ അടുത്ത കേസിൽ മൈനസ് ചെയ്യേണ്ടത് ആരോടെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അലിഗേഷൻ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്തില്ലേ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അലിഗേഷൻ വെച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ചെയ്തിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോട്ട് പ്രോപ്പർ ആയിട്ട് എഴുതത്തില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാണ് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. മിക്സ്ചറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്സ്ചറിലെ ഫൈനൽ ബോസ്, അല്ലെങ്കിൽ ഇതിലൊരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ടൈപ്പ് ആണ്. എല്ലാവരും ഇത് മാർക്ക് ചെയ്യണം, സ്റ്റാർ ഇട്ട് വെക്കണം. കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാണുമ്പം വേരിയബിൾ ഒക്കെ ഉണ്ടല്ലേ, വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, എ ബീക്കർ കണ്ടെയ്ൻ ആസിഡ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 1:x. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ആരൊക്കെയുണ്ട്? ഒരു ആസിഡും ഉണ്ട്, വാട്ടറും ഇല്ലേ. അവരുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 1:x എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ, വെൻ 300 ml ഓഫ് ദ മിക്സർ, അതായത് ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? ടോട്ടൽ 300 ml ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 300 ml ഓഫ് ദ മിക്സർ ആൻഡ് 50 ml ഓഫ് ദ വാട്ടർ ആർ മിക്സ്ഡ്. ഇതിന്റെ കൂടെ എന്ത് ചെയ്തു? ഒരു 50 ml വാട്ടറും കൂടെ ആഡ് ചെയ്തപ്പോൾ 50 ml എന്ത് ചെയ്തു? വാട്ടറും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? റേഷ്യോ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ബിക്കം 2:5. എന്തായി മാറി? റേഷ്യോ 2:5 ആയി മാറി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആസിഡിന്റെ വാട്ടറിന്റെ റേഷ്യോ എന്തായി മാറി? വാട്ടറും കൂടെ ആഡ് ചെയ്തപ്പോൾ റേഷ്യോ എന്തായി മാറി? 2:5 ആയി മാറി. നോക്കിക്കോ, ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? 300 ml ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ 50 ml കൂടെ ആഡ് ചെയ്തപ്പോൾ ഫൈനൽ എന്തായി മാറി? 350 ml ആയി മാറി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇവിടെ എത്ര ക്വാണ്ടിറ്റി ഉള്ളത്? 7 അല്ലേ? 2 + 5 എത്ര? 7 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി 7 യൂണിറ്റിന്റെ വാല്യൂ അല്ലേ ഈ തന്നിരിക്കുന്ന 350 ml എന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? 350/7 ചെയ്താൽ പോരെ? എത്ര വരും? 50 ml അല്ലേ? അങ്ങനെയെങ്കിൽ ഫൈനൽ ക്വാണ്ടിറ്റിയിൽ ആസിഡ് എത്ര ഉണ്ട്? 2 യൂണിറ്റ് അല്ലേ? 100 ml അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫൈനൽ ക്വാണ്ടിറ്റിയിൽ വാട്ടർ എത്ര ഉണ്ട്? 250 ml അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ നോക്കിക്കേ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേ. നമ്മളിവിടെ എന്താ ആഡ് ചെയ്യുന്നത്? 50 ml വാട്ടർ അല്ലേ ആഡ് ചെയ്യുന്നത്. അതിനർത്ഥം ആസിഡിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ തുടക്കത്തിൽ നിന്ന് ഇനിഷ്യൽ അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ആസിഡ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ആസിഡ് റിമൂവ് ചെയ്തെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം പറയാത്ത സ്ഥിതിക്ക് ആസിഡ് ഫൈനലി എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും ഇനിഷ്യൽ ക്വാണ്ടിറ്റി. എത്ര തന്നെ ആയിരിക്കണം? 100 ml അല്ലേ? ഒരു ചേഞ്ചും ഇല്ലല്ലോ. അപ്പോൾ ഇനിഷ്യലിലും 100 ml ആസിഡ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വാട്ടറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 50 ml ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 250 ml അല്ലേ വാട്ടർ ഫൈനൽ വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടാ? 50 ml ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിന്റെ കൂടെ ആഡ് ചെയ്തപ്പോഴല്ലേ. അങ്ങനെയെങ്കിൽ ഇനിഷ്യൽ ക്വാണ്ടിറ്റി വാട്ടർ എത്ര ആയിരിക്കണം? 250 - 50 മൈനസ് ചെയ്ത് എത്ര വരും? 200 ml വാട്ടർ ഇനിഷ്യലി ഉണ്ടായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ 200 ml വാട്ടർ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ 50 ml വാട്ടറും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്തായി മാറി? 250 ml വാട്ടറായി മാറി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ആസിഡിന്റെയും വാട്ടറിന്റെയും റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിച്ചാലേ നമുക്ക് എക്സ് കിട്ടൂ. 100:200 അല്ലേ ആസിഡിന്റെയും വാട്ടറിന്റെ റേഷ്യോ. കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും? 1:2 അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ അല്ലേ, അതായത് 1:x അല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 2 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. സപ്പോസ്
ഇവിടെ നമുക്ക് റേഷ്യോ അല്ല, സോറി വേരിയബിൾ അല്ല, ഡയറക്റ്റ് നമുക്ക് വാല്യൂ ആയിരുന്നു തന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആസിഡുകളെ കോൺസ്റ്റന്റ് ആക്കുക, റേഷ്യോയിൽ ആസിഡുകളെ കോൺസ്റ്റന്റ് ആക്കുക, അതേപോലെ വാട്ടറുകളുടെ ഡിഫറൻസ് എടുക്കുക, റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കുക, ഒരു യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, നമ്മൾ എന്ത് ചെയ്താൽ മതി, റേഷ്യോയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ മെത്തേഡ് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ക്വസ്റ്റ്യൻ ആണോ? അല്ല. റേഷ്യോയിൽ എന്ത് വന്നു? വേരിയബിൾ വന്നു. അതായത് വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേരിയബിൾ വന്നാൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പഠിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. നിങ്ങൾ 2 or 3 സ്റ്റാർ ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നൊരു കൺസെപ്റ്റാണ്. നമ്മൾ എത്ര പഠിച്ചു, എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു എന്നല്ല, നമ്മളിപ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ പഠിച്ചാലും ആ 5 ക്വസ്റ്റ്യനിൽ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമോ അത്രത്തോളം കൺസെപ്റ്റ് പഠിക്കാം. ചിലപ്പോൾ അതിലൊരു കൺസെപ്റ്റ് ആയിരിക്കും വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ കിട്ടുന്നത്. അപ്പം എല്ലാം പഠിച്ചു പോകാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഒന്നും കിട്ടാത്തതിനേക്കാളും ബെറ്റർ 10 ക്വസ്റ്റ്യൻ ചെയ്താൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. സമയമില്ല. RRB ക്ലർക്കും RRB PO വരുന്നു. SBI ക്ലർക്കിന്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ഉടനെ വരും. സമയം വളരെ കുറവാണ്. ഡെയിലി 3-4 മോക്ക് എഴുതുക. മോക്സ് എഴുതുന്നത് നിർത്തരുത്. അതേപോലെ മോക്സ് എഴുതുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആക്ച്വൽ എക്സാം എഴുതേണ്ട അതേ സീരിയസ്നെസ്സോടുകൂടി എഴുതുക. അവിടെ എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്കായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡിസിഷൻ മേക്കിംഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മോക്ക് എഴുതിയാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ റെഗുലറായിട്ട് 3-4 മോക്ക് എഴുതുക. അതേപോലെ സ്കാനിങ്, എങ്ങനെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്കാനിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ ഏത് ടൈപ്പ് ചെയ്യണം, സെക്കൻഡ് സ്കാനിൽ ഏത് ടൈപ്പ് ചെയ്യണം, ഫൈനൽ സ്കാനിൽ ഏത് ടൈപ്പ് ചെയ്യണം, ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർട്സൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. എങ്ങനെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം, എങ്ങനെ സ്കാൻ ചെയ്യാം, എങ്ങനെ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കാം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതുവരെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം നല്ല രീതിയിൽ പഠിക്കുക. ഓണമൊക്കെ അല്ലേ? ഉപ്പേരിയൊക്കെ തിന്നുകൊണ്ടിരിക്കാതെ എൻജോയ് ചെയ്യണം. അതേപോലെ പഠിക്കുകയും വേണം. 2 കാര്യങ്ങളും വേണം. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അതുപോലെ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.